നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ച് ഡോക്യുമെന്റ്സ് എന്തെന്ന് കരുതി പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതരുത്. നീ തന്ന ഡോക്യുമെന്റ്സ് വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അജയ, ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഈട് കൊടുത്താലും ഒരു പ്രൈവറ്റ് പാർട്ടിയും കൂടുതൽ കാശ് തരില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ ശർമാജി? എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തില്ലേ? എനിക്കെന്താ ഇവിടെ നോട്ടടിക്കുന്ന പണി വല്ലതും ആണോ? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? അജയ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ അനുജനെ രക്ഷിക്കാനും നിന്നെയും കുടുംബത്തെയും സഹായിക്കാനൊന്നും നീ ഇപ്പൊ തന്ന ഡോക്യുമെന്റ്സ് കൊണ്ടൊന്നും നടക്കത്തില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇത് തന്നെ എല്ലാരും അറിയുമ്പോ പ്രശ്നവും. അത് പിന്നെ പ്രശ്നമാകാതിരിക്കൂ. എന്തായാലും കുറച്ച് കാശിനുള്ള വഴി കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എന്താ ശർമാജി, ഭീഷണിപ്പെടുത്താനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ദാ, ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിലേ ഞാനുള്ള കാര്യം പറയാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റൂ. എന്താ ചെയ്യാ നീ ടോൺ മാറ്റി സംസാരിക്കുന്നത്? എന്നെനിക്കറിയില്ലേ? അച്ഛാ, ഒന്ന് സമാധാനപ്പെട്, നമുക്ക് ആലോചിക്കാം. കണ്ടോ, നിന്റെ മോൾക്ക് ബുദ്ധിയുണ്ട്. ഇല്ലെങ്കിൽ ഇവളാണ് കുടുങ്ങാൻ പോകുന്നത് നമുക്കറിയാം. ദയവായി ഒരു പ്രശ്നം ഉണ്ടാവാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. ഓരോന്ന് കാണുമ്പോ പേടി തോന്നുവാ. പേടി തോന്നണം, അതിനാ കുടുംബത്തോടെ വരാൻ പറഞ്ഞത്. ഇതങ്ങനെ നിസ്സാരമായിട്ട് അവസാനിക്കുന്ന കേസല്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം നടക്കും. അതിനു മുൻപ് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ അതിനിയും നമ്മൾ നല്ലൊരു തുക കണ്ടെത്തിയേ പറ്റൂ. എന്റെ പൊന്നി ശർമാജി, ഞാൻ വിചാരിച്ചാലോ ഇവര് വിചാരിച്ചാലോ ഒരു മാർഗവും കാണുന്നില്ല. അല്ലെങ്കിൽ ശർമാജിക്ക് ഞങ്ങളെ കൊല്ലേണ്ടി വരും. കൊള്ളാജയ, നിന്റെ അവസാനത്തെ അടവ് കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ മാനസയെ ഞാൻ കൊണ്ടുപോകും. അതോടെ പ്രശ്നം തീരുമല്ലോ. പറഞ്ഞു പറ്റിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇനിയത് നടക്കില്ല. ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതും അത് നടന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തകർന്നു പോയത്. ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് ആവശ്യം പണമാണ്. അത് കിട്ടാതെ ഒന്നും നടക്കില്ല. അതിനല്ലേ ഞങ്ങൾ ഡോക്യുമെന്റ്സ് എടുത്തു തന്നത്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. അജയ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എല്ലാത്തിനും പരിഹാരമല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇനി വേറൊരു വഴിയുണ്ട്. എന്തു വഴി? വാ പറയാം, വാ. നിങ്ങൾ അവിടെ നിൽക്കേ, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. അവിടെ നിൽക്ക്. ഇതാണ് വഴി. ശർമാജി, ശർമാജി, ശർമാജി. അപ്പൊ നീ വിചാരിച്ചാൽ ഇനി ഒരു മാർഗവും കാണാൻ പറ്റില്ല അല്ലേ? ഞാൻ മലയാളത്തിലല്ലേ ശർമാജി പറഞ്ഞത്? പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്? ആളെ വടിയാക്കുന്നു. നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്തിനാ ശർമാജി എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്നെ തല്ലിയ കാശ് തനിയെ ഉണ്ടാവുമോ? അതെ, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ നിന്റെ മൂക്ക് നോവൂ. ഇവന് നന്നായിട്ടൊന്ന് പെരുമാറിയേ. നിങ്ങളാവുമ്പോ മുഖം നോക്കാതെ നടപ്പിലാക്കുമല്ലോ. ശർമാജി, അയ്യോ അയ്യോ, അടിക്കരുത്, അടിക്കരുത്, അയ്യോ.
എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? എനിക്ക് വേദനിക്കുന്നു. വിട്. വേദനിക്കാൻ വേണ്ടിയാണ് തല്ലിയത്. നിന്റെ മോളും ഭാര്യയും നിന്നെ ഈ അവസ്ഥയിൽ കാണണം. അയ്യോ, എന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. അവരുടെ മുമ്പിലിട്ടായിരുന്നു നിന്നെ തല്ലേണ്ടിയിരുന്നത്. പിന്നെ അവരും കൂടെ തല്ലി വെക്കേണ്ടി വരും. അതാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വിടാൻ. ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ജയ. ഇതുകൊണ്ട് അലിയുന്ന മനസ്സല്ല എന്റേത്. എന്റെ മുമ്പിൽ ഇപ്പൊ പണം മാത്രമേ ഉള്ളൂ. അതെനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ മോളെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും. നിന്റെ മോക്ക് അവരുടെ കമ്പനിയിൽ ജോലി കിട്ടിയതല്ലേ? എന്നിട്ട് അവള് വിചാരിച്ചാലൊന്നും നടക്കില്ല. കമ്പനി കാര്യങ്ങളൊക്കെ അവയ്ക്ക് അറിയാവൂ. എനിക്കതിൽ ഒരു റോളുമില്ല. എന്താ അവക്കോടെ പണി? വല്ല പ്രയോജനമുള്ളതാണോ? അക്കൗണ്ട് സെക്ഷനിലാണെന്ന് അറിയാം. അപ്പൊ പിന്നെ നിന്റെ മോള് വിചാരിച്ചാൽ പലതും ചെയ്യാനൊക്കുമല്ലോ. അവൾ എന്ത് ചെയ്യാനാ ശർമാജി? ആദ്യം നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. വിശ്വാസമുള്ള ഒരാളുണ്ടായാലേ അക്കൗണ്ട് സെക്ഷനിൽ ജോലിക്ക് വയ്ക്കും. ഇക്കാര്യം നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും തല്ലി കൊള്ളണമായിരുന്നു. അതിനെന്നോട് ചോദിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്നാലേ ഇനി നമ്മളുടെ മുമ്പിൽ ചില വഴികളുണ്ട്. കോടികൾ ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് പലതും ചെയ്യാൻ പറ്റും. ശർമാജി, നീ അവിടെ ജോലി കൂടെ നഷ്ടപ്പെടുത്തരുത്. വേറെ ഒരു മാർഗവും ഞങ്ങളുടെ മുമ്പിലില്ല. ആര് പറഞ്ഞില്ലെന്ന്? സമയം നല്ലതാണെങ്കിൽ ഇരു ചെവിയറിയാതെ ലക്ഷങ്ങളും കോടികളും കയ്യിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനാ? അതവിടെ ചെന്നിട്ട് പറയാം. വാ. ശർമാജി, അച്ഛാ, അയ്യോ ചേട്ടാ, അച്ഛാ, അച്ഛാ, എനിക്ക് എന്താ പറ്റിയേ? ചേട്ടാ, എന്താ എന്താ പറ്റിയ ചേട്ടാ, എന്താ? വാ, പതുക്കെ ചേട്ടാ, എന്താ പറ്റിയേ? വാ. ചേട്ടാ, എന്താ പറ്റിയേ? എന്താന്ന് പറ. അയ്യോ, അച്ഛാ, എന്താ? അച്ഛാ, എന്താ? എന്താ? ചേട്ടാ, എന്താ പറ്റിയേ? അച്ഛാ, എനിക്ക് എന്താ പറ്റിയത്? എന്താന്ന് പറ. ഏ, പിടിക്കരുത്, പിടിക്കരുത്. അയ്യോ. എന്താ? അച്ഛാ, എന്താ പറ്റിയത്? കാര്യം? അച്ഛാ, ആരാ ഇത് ചെയ്ത്? അച്ഛാ, എന്താ കാര്യം ഒന്ന് പറ. എന്താ പറ്റിയത്? എന്താ ശർമ്മ ചെയ്ത്? എന്തിനാ അച്ഛനെ തല്ലിയത്?